നാസ് ഡെയിലിയുടെ നുസൈർ യാസീൻ്റെ പതനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോ. ഇത് ഞാൻ നുസൈർ യാസീൻ ചെയ്ത ഒരു 4 വീഴ്ചകൾ, വലിയ മണ്ടത്തരങ്ങൾ, അതുവഴി പുള്ളിക്ക് ഒരു പതനത്തിലോട്ട് പോകുമായിരുന്നു. പതനത്തിൽ എന്ന് വെച്ചാൽ മൊത്തത്തിൽ തീർന്നിട്ടില്ല, പുള്ളിയുടെ കണ്ടമാനം സബ്സ്ക്രൈബേഴ്സ് പോയി. അതിൻ്റെ ഭാഗമാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ യൂട്യൂബേഴ്സും ഇതുപോലെ ചിലർ വളർന്ന ശേഷം ചെയ്യുന്ന ചില മണ്ടത്തരങ്ങളും കാര്യങ്ങളും, ജനറിക്കായിട്ടുള്ള മണ്ടത്തരങ്ങളും കാര്യങ്ങളും, ഈ ചിലർ അഹങ്കരിക്കുന്നത്, അതുവഴി ചെയ്യുന്ന ഓരോ പൊട്ടത്തരങ്ങളെ കുറിച്ചൊക്കെ ഈ വീഡിയോ ഞാൻ പറയുന്നുണ്ട്. ആദ്യമായിട്ട് പുള്ളിയുടെ കുറച്ച് പോസിറ്റീവ്സ് പറയാം. ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന നല്ല കാര്യങ്ങൾ പുള്ളി ഓഡിയൻസിന് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ആദ്യത്തെ പുള്ളിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം. പിന്നെ സോഷ്യൽ ആക്ടിവിറ്റി ഏജൻസീസും കമ്മ്യൂണിറ്റീസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് അവർക്ക് ലോകത്ത് നല്ല വിസിബിലിറ്റി കൊടുക്കാനും അതുവഴി അവർക്ക് ഫണ്ടിങ്ങും അതുപോലത്തെ സഹായങ്ങളൊക്കെ ലഭിക്കാനായിട്ട് ഇവരുടെ ചാനൽ ഭയങ്കര അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജനറൽ ഓഡിയൻസിന് പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം പോസിറ്റിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോരുത്തരുടെ ലൈഫിൽ പല ഇമ്പാക്ട്സ് ഉണ്ടാക്കാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെയുള്ള ചിന്താഗതി വരുത്താൻ വേണ്ടി പുള്ളിയുടെ വീഡിയോസ് പലർക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല കമൻസും ഇതിൽ നിന്നൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഈ നാസ് ഡെയിലി ആദ്യമേ ഇൻവോൾവ് ആകുന്നത്. ആദ്യമേ ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്ന ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ വാങ് ഓഡ് എന്ന് പറഞ്ഞിട്ട് ഫിലിപ്പൈൻസിലെ ഒരു വയസ്സായ സ്ത്രീയാണ്, 103 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അപ്പം അവർ വേൾഡ്സ് ഓൾഡസ്റ്റ് ടാറ്റു ആർട്ടിസ്റ്റാണ്. അതായത് എക്യുപ്മെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവർ ടാറ്റു ചെയ്യുന്നതാണ്. അപ്പം ഇവരെ പോയി ഇൻ്റർവ്യൂ ചെയ്യുകയും ഇവരെ ഭയങ്കര പൊക്കി പറയുകയും ഇവരുടെ കൾച്ചർ ഇതാണ്, ഇവർ ഏറ്റവും പഴയ ഇതാണ്, അങ്ങനെ ഇങ്ങനെല്ലാം ഇവർ പറഞ്ഞു. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഡെയിലി ചെയ്യുന്ന ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് പുള്ളി പോയി. ഇതിൻ്റെ കൂടെ പുള്ളി ഒരു പരിപാടി ഒപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്ക് നാസ് അക്കാഡമി എന്ന് പറഞ്ഞുകൊണ്ട് എഡ്യൂക്കേഷൻ സെല്ല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പം അതിൽ ഈ പുള്ളിക്കാരിയുടെ വാങ് ഓഡ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു പേരും ഒക്കെ വെച്ച് വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കുവാനായിട്ട് പുള്ളിക്കാരുടെ അടുത്തു നിന്ന് ഡയറക്റ്റ് പഠിക്കാം എന്ന് പറഞ്ഞ് ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ചു. പക്ഷേ ഇവരുടെ കൺസെൻറ്റ് എടുക്കാതെയാണ് ഇത് ചെയ്തത്. ഇത് പിന്നീട് ഈ വാങ് ഓഡിൻ്റെ ഗ്രാൻഡ് നീസ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും അവർ വന്നിട്ട് അവർ സോഷ്യൽ മീഡിയ വഴി ഇത് ഞാനൊന്നും ചെയ്താൽ എൻ്റെ ഗ്രാൻഡ്മയ്ക്ക് ഇതൊന്നും അറിയില്ല, ഇവർ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് പറ്റിയിരിക്കുന്നത്, ഇവർ മിസ്കമ്മ്യൂണിക്കേഷൻ ചെയ്തു എന്നൊക്കെ പറയുകയും പിന്നീട് ഇവർ വരികയും ഇവർ തമ്മിൽ അത് ഒത്തുതീർപ്പൊക്കെ ആകുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഒരു ഇഷ്യൂ വരുന്നത്. അപ്പം രണ്ടാമത്തത് ഞാൻ കാണിച്ചു തരാം. രണ്ടാമതാണ് കക്കാവോ പ്രോജക്റ്റ്. ഇതും ഫിലിപ്പൈൻസിൽ തന്നെയാണ് നടക്കുന്നത്. ഇത് ഒരു ബിസിനസ് വുമൻ ആൻഡ് കൊക്കോ ഫാമർ ഉണ്ട്. പുള്ളിക്കാരുടെ പേര് ലൂയിസ് മബുലോ എന്നാണ് പുള്ളിക്കാരുടെ പേര്. അപ്പം ഇവരൊരു കണ്ടന്റ് എടുക്കാനായിട്ട് ഈ കക്കാവോ പ്രോജക്റ്റിന് വേണ്ടി വരികയും അവിടെ രസമില്ലാത്ത പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഭാഷയിൽ ഇങ്ങനെ ഈ അവിടുത്തെ നാട്ടുകാരെയൊക്കെ കളിയാക്കുകയും ഇവർ പാവപ്പെട്ടവരാണെന്നൊക്കെ പറയുകയും അങ്ങനെയൊക്കെ. അപ്പം ഇവരൊക്കെ ഇത് ഓവർ ഹിയർ ചെയ്യുന്നുണ്ട് ഈ സ്ത്രീ. ഇവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഓരോന്ന് പോസ്റ്റ് ചെയ്യുന്നു. അതിനെതിരെ ഇവർ നാസ് ഡെയിലി പറയുന്നു ഇവർ ഫ്രോഡാണ്, ഇവർ കൊക്കോ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു വേർഡ് വാർ സോഷ്യൽ മീഡിയ തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ് വാർ, അതൊരു ക്ലാഷ് ഓഫ് ഈഗോസ് എന്ന് തന്നെ പറയാം. ഇത് നടക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ ഒരു ഇഷ്യൂ. ഇത് ഒന്നിലും എത്തിച്ചേർന്നില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്ത് അതങ്ങനെ പോയി. അത് രണ്ടാമത്തത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഈ നാസ് ഡെയിലി ഓരോ ഡൊണേഷൻസും ഇതും ഒക്കെ മേടിച്ചിട്ട് ചില ആൾക്കാരെ അങ്ങ് പ്രൊമോട്ട് ചെയ്യും. മോസ്റ്റ് ഹംബ്ലസ് ബില്യനർ, മോസ്റ്റ് ജനറസ് ബില്യനർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ അങ്ങ് പൊക്കിയിടുക, അവരുടെ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യും. ഇതൊക്കെ ഒരു റിസർച്ചും ചെയ്യാതെയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് എന്നുള്ളത് പിന്നീട് ഈ വ്യൂവേഴ്സിനൊക്കെ മനസ്സിലായി തുടങ്ങി. കാരണം പിന്നീട് ഇങ്ങനെ ഓരോ പറയുന്ന ബില്യനേഴ്സ് ഓരോ ഫ്രോജറി ആയിട്ടുള്ള പരിപാടികളിലും ഇതിലൊക്കെ ഇൻവോൾവ് ആയിട്ട് പിന്നീട് ന്യൂസിലും ഇതിലൊക്കെ വരും. ആ സമയത്ത് പുള്ളി വന്നിട്ട്
അപ്പോളജൈസ് ചെയ്യുവല്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അവരെയും പറ്റിച്ചു, ഇനി എനിക്കാര് വിശ്വസിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കപട നാടകവും കാര്യങ്ങളൊക്കെ പുള്ളി നടത്തി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു കേസാണിത്. ഈ സാം ബാങ്ക് ഫ്രൈഡ്മാൻ്റെ, പുള്ളി ഒരു അമേരിക്കൻ എൻ്റർപ്രണറാണ്, കാലിഫോർണിയ ബേസ്ഡ് ആണ്. പുള്ളി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് എടുത്തിട്ട് ഡീഫ്രോഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. FTS എന്ന് പറഞ്ഞിട്ട് കമ്പനിയാണ്. പിന്നെ ഇതുപോലെ വേറൊരു കേസ് ഉണ്ട്, ഒരു ചൈനീസ് ബേസ്ഡ് കമ്പനി ഉണ്ട്, ബിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിനാൻസിലെ ചാങ് പങ് സാവ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. ഇങ്ങനെയാണോ പുള്ളിയുടെ പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല, ഇങ്ങനെ ആയിരിക്കാം, ഞാൻ ഒരു രീതി പറയുന്നത്, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ വിളിച്ചു പുള്ളിയെ. അപ്പം ഈ പുള്ളിയും ഇതുപോലെ മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസിൽ ഇതിലെല്ലാം ഇൻവോൾവായി. പക്ഷെ ഇയാളെ ഭയങ്കര ഹമ്പിളാണ്, മറ്റേതാണ്, മറിച്ചതാണ്, മറ്റേ ഭയങ്കര ലക്ഷൂറിയസ് ലിവിങ് അല്ല എന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിച്ചു വിട്ടതാണ്. പക്ഷെ പിന്നീട് ന്യൂസിൽ നിന്ന് ഇതാണ് കാണുന്നത്. അപ്പം ഇങ്ങനെ ഒരു 4 സംഭവങ്ങൾ, ഇത് മാത്രമല്ല ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. പുള്ളി ഈ അടുത്ത് ഡൈവേഴ്സ് ആയിട്ടുണ്ട്. ഒരു 3 ഇയർ ആയിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഗേൾ ഫ്രണ്ടുമായിട്ട് മാരേജൊക്കെ കഴിഞ്ഞാണ് അത് എൻഡ് ചെയ്തു. പിന്നെ ഇതുപോലെ ഇപ്പം പുള്ളിയുടെ വീഡിയോസ് ഇറങ്ങുന്നത് വെച്ചാൽ പക്ക ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ച്, അതായത് നേരത്തെ വന്നൊരു ഹമ്പിൾ ഒരു ക്യാരക്ടറല്ല, ഇപ്പം വേറൊരു ക്യാരക്ടറാണ്. എങ്ങനെ പൈസ ഉണ്ടാക്കാം, ഇങ്ങനെ പൈസ ഉണ്ടാക്കുക, വ്യൂവേഴ്സിനെ ഒന്നും വേണ്ട. ഇപ്പം ലാസ്റ്റ് ഒരു വീഡിയോ അങ്ങനെ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കയറി നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഈ ചിലരൊക്കെ ഒരു രീതി വളർന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ അഹങ്കാരവും വന്ന വഴിയൊന്നും അറിയത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. ഈ കുറേ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാലും, ഇപ്പം നമ്മുടെ നാട്ടിലും കേരളം മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാലും പല കേസസ് ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നോർമലി നടക്കുന്ന ഓരോ സംഭവങ്ങൾ പറയാം, ഫേക്ക് റിവ്യൂസ്. അപ്പോൾ ഈ ഫേക്ക് റിവ്യൂസ് വഴി എന്താ പറ്റുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുവാണ് അതുവഴി. അവരുടെ ടൈമും എഫേർട്ടും ചിലപ്പോൾ പൈസ വരെ പോകും. ഇപ്പോൾ എക്സാമ്പിളായിട്ടൊരു ഇന്ന സ്ഥലത്ത് ഇന്നൊരു സാധനം നല്ലതാണ് എന്ന് പറയുമ്പം ആൾക്കാർ ചിലപ്പം അവിടെ പോയി അത് വാങ്ങിക്കും. അപ്പം ആ പോകുന്നതും ആ എഫേർട്ടും ആ സമയവും എല്ലാം പോവുക. ഇതിൻ്റെ കൂടെ അത് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ പൈസയും പോയി. ഇത് പലർക്കും പറ്റിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറേ റിവ്യൂസ് ഇതൊക്കെ ഇവിടെ ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുന്നത് പോലുമില്ല. ഇത് ടെക് റിവ്യൂസൊക്കെ വലിയ കുഴപ്പമില്ല. ഏറ്റവും പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഈ ഫുഡ് റിവ്യൂസ് അങ്ങനത്തെ ഒക്കെ, അത് ഡയറക്റ്റ് ഒരു ഹോസ്പിറ്റാലിറ്റി ആൻഡ് സർവീസ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, അതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫേക്ക് റിവ്യൂസ് ഉള്ളത്. പിന്നെ സ്പ്രെഡിങ് ഫേക്ക് ന്യൂസ്, അത് ഒരു റിസർച്ചും വാലിഡേഷനും ഇല്ലാതെ ഓരോ ഫേക്ക് ന്യൂസ് ഇതുവഴി പലരുടെ ലൈഫ് നശിക്കും, കരിയർ നശിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിലവന്മാർ അപ്പോളജി ചെയ്യും, ചിലവന്മാർ അപ്പോളജി പോലും ചെയ്യത്തില്ല. ഇവന്മാരൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറയുക. പിന്നെ സ്പ്രെഡിങ് ഗോസിപ്സ്. ഇപ്പം വ്യൂസ് കൂടാൻ വേണ്ടിയുള്ള മെയിൻ പരിപാടിയാണ് ഗോസിപ്സ്. അവനെ കുറ്റം പറയുന്നു, ഇവൻ അവനെ കുറ്റം പറയുന്നു. 2-3 വ്ളോഗേഴ്സ് ഇത് മറ്റേ ഈ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന പോലെ, അവന് കുറേ വ്യൂവേഴ്സ് ഉണ്ട്, ഇവന് കുറേ വ്യൂവേഴ്സ് ഉണ്ട്, രണ്ടുപേരും കൂടെ ഒരു ബ്ലോഗ് ചെയ്യും. അവൻ്റെ കുറേ വ്യൂവേഴ്സിന് ഇവന് കിട്ടും, ഇവൻ്റെ കുറേ വ്യൂവേഴ്സിന് അവന് കിട്ടും. അപ്പം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഇവൻ അവനെ കുറ്റം പറയുന്നു, അവൻ ഇവനെ കുറ്റം പറയുന്നു, ഇവൻ അവളെ കുറ്റം പറയുന്നു. ഇത് ഇങ്ങനത്തെ ഒരു വേറൊരു അപ്പം എനിക്കൊന്ന് പുതിയ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഇതിൽ നിന്നൊക്കെ ബെനിഫിറ്റ് വ്യൂവേഴ്സൊക്കെ കിട്ടിയാലും ബെനിഫിറ്റ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പക്ക അറിയാമല്ലോ പേരൻ കമ്പനി ഏതാണെന്ന്. അപ്പം അവർ പക്ക ബിസിനസ് ഓറിയൻറ്റഡ് ആണ്. അവർക്ക് പരസ്യം സെല്ല് ചെയ്യണം. പരസ്യം സെല്ല് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ സെല്ലബിൾ ആയിട്ടുള്ള കണ്ടൻസ് വേണം. അപ്പം നമ്മുടെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ അല്ല എന്തെങ്കിലും ഗുഡ് ഫീൽ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ അതുവഴി എന്തെങ്കിലുമൊക്കെ സെല്ലാവും, അവർക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഇങ്ങനെ ഗോസിപ്സ് ഇതൊക്കെ പറഞ്ഞ് കണ്ടമാനം വ്യൂവേഴ്സിനെ വെച്ച്, അതായത് വ്യൂവേഴ്സ് എന്ന് വെച്ചാൽ ഇത് കാണാൻ വരുന്ന വ്യൂവേഴ്സ് എന്ന് വെച്ചാൽ യാതൊരു പണിയില്ലാത്ത വ്യൂവേഴ്സ് ആയിരിക്കും ചിലപ്പോൾ. അവർക്ക് ചിലപ്പം ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സംഭവം കാണത്തില്ല, അതിനുള്ള വലിയ പർച്ചേസിങ് പവർ ഒന്നും കാണാത്തവരായിരിക്കും, വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്നവരായിരിക്കാം. അപ്പം അങ്ങനത്തെ ഒരു വ്യൂവേഴ്സ് വരുന്നതുകൊണ്ട് അവരെ ഒരു പരസ്യം കാണിച്ചൊരു സാധനം സെല്ല് ചെയ്യാനോ ഒക്കെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കം കൊണ്ടുവരാൻ പറ്റത്തില്ല.
അപ്പം ഇങ്ങനത്തെ കണ്ടൻസ് ഇനി വലിയ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പ്രോപ്പറായിട്ട് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടൻസ്, അതായത് നോളജ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെ എന്തെങ്കിലും ഒരു സംഭവമായിട്ടോ, അതും അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടതായിട്ടോ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയൊക്കെ ഉള്ള കണ്ടൻസ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഒക്കെ കണ്ടൻസിലെ ഇനി ഒരു കാര്യമുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഈ വ്ളോഗേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്, അതായത് ഒരു ഫീലിംഗ് ഓഫ് പവർ ആൻഡ് അതോറിറ്റി. അതായത് ഒരു ടൈം എത്തിക്കഴിയുമ്പോൾ ഇവർക്ക് എന്തും ചെയ്യാം, എന്ത് നാറിത്തരവും ചെയ്യാം എന്നൊരു തോന്നലങ്ങ് വരിക. അതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ ഒരിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെറ്റത്തരം ചെയ്താലും അത് സപ്പോർട്ട് ചെയ്യാനുള്ള ഫാൻ. അത് നോർമലി സെലിബ്രിറ്റീസിലാണ് കാണുന്നത്. പക്ഷെ ചില റീജിയണലൈസ്ഡ് ആയിട്ടുള്ള ഈ യൂട്യൂബേഴ്സ് ഇവരൊക്കെ അവർ ആ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള രീതിയിൽ ഡീൽ ചെയ്യും. നമ്മൾ അതായത് ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ റീജിയണൽ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ കോട്ടയംകാർ, അല്ല ഞങ്ങൾ കോഴിക്കോടുകാർ. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവനറിയാം, അപ്പം അങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അത് എല്ലാ സമയത്തൊന്നും അങ്ങനെ വരത്തില്ല. കാരണം ആൾക്കാർക്കും എല്ലാം വിവരം വെച്ചു, എല്ലാവരെയും എപ്പോഴും അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഈ ഫാൻസിനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ കോൺസിക്വൻസിനെ കുറിച്ച് ഒരു അവയർനെസ് ഉള്ളത്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തൊക്കെ പറ്റുമെന്നുള്ളത് ഇവന്മാർക്ക് വലിയ ബോധമില്ല. അപ്പം ഞാൻ പറയാം, ഇപ്പം ട്രിവാൻഡ്രത്ത് കണ്ടമാനം ഇങ്ങനെ ഗ്രൂപ്പ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ ലിക്കറും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതും. പിന്നീട് അവരോരോ ഇഷ്യൂസിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പല ഗോസിപ്സ് അതിനെ ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ട്. അത് ഞാൻ അതൊന്നും തുറന്നു പറയുന്നില്ല, അത് അറിയാവുന്നവർ ഒക്കെ അറിയാം, അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഇതുപോലെ ഇഷ്ടം പോലെ ഇഷ്യൂസ് ഉണ്ട്. അതായത് ഓരോ ബ്രാൻഡ്സൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും ഓരോ പ്രോഡക്ട്സൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നീട് വള്ളിയായതുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് അമല ഷാജി ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമിൻ്റെ ഇതിൻ്റെ പ്രൊമോട്ട് ചെയ്തിട്ട് അത് വലിയ ഇഷ്യൂ ആയതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് പോയൊരു ഫുഡ് ബ്ലോഗർ തിരുവനന്തപുരംകാരെ മോശമായി പറഞ്ഞ, അവിടെ എന്താ കഴിക്കാനുള്ളത്, എന്ത് സ്ഥാപനമുള്ളത്, എന്ത് കൊടുത്താലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിയൊക്കെ പറ്റിയത് നമുക്കറിയാവുന്നതാണ്, പലർക്കും അറിയാതെ. പിന്നെ അതിനെ താങ്ങി പിടിച്ച് വേറെ കുറേ വ്ളോഗേഴ്സ് പുള്ളിയെ ഇത് പറയാനും ചീത്ത പറയാനും എന്ന് പറഞ്ഞാൽ ഇവന്മാർ വലിയ എന്തോ സംഭവം പോലെ അങ്ങനെ വേറെ കുറേ എണ്ണം. അപ്പം ബേസിക്കലി ഇത് ഒരു പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ല. അപ്പം ഇതൊക്കെ ഒരു ഷോർട്ട് ടൈം ബെനിഫിറ്റ്സേ ഇവർക്ക് തരത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ വ്ളോഗിങ് അല്ല ഇങ്ങനത്തെ ഒരു സംഭവത്തിലോട്ട് ഇറങ്ങുന്നത് ഇന്ന് തുടങ്ങി നാളെ നിർത്താനല്ല, ഒരു ലോങ് ടൈം ആയിട്ട് ചെയ്യാനായിട്ടായിരിക്കും പലരും ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുമ്പം നമുക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതിനെ ഒരു ലൈഫ് കിട്ടത്തുള്ളൂ. അല്ലാത്തതൊക്കെ പതുക്കെ മരിച്ചു പോകും. ഇതാണ് ഈ നാസ് ഡെയിലിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ വ്ളോഗേഴ്സായി പലതും സ്റ്റാർട്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല രീതി അവർ വളർന്നു, പിന്നീട് അവർക്കൊന്നും ഒരു വ്യൂവും അവർക്ക് ട്രസ്റ്റൊക്കെ പോയിട്ട് ആരും ഒന്നും കാണത്തു പോലുമില്ല. അപ്പം അങ്ങനെയൊന്നും പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം എനിക്ക് ഈ വീഡിയോയിൽ ഇതേ പറയാനുള്ളൂ. അപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കറക്റ്റായിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളും ചെയ്യുക. വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ അറിയാവുന്ന ഓരോ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ താരം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇന്നത്തേക്ക് ബൈ.